മാലിന്യം നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പിറവത്ത് UDF കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച പിറവത്തിന്റെ പല പ്രദേശങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുകയാണെന്നും മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യത്തിൽ അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്തു തരണമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആവശ്യം. പിറവം നഗരസഭ 6-ാം ഡിവിഷനിലെ കൊള്ളിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മാലിന്യം നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിറവത്ത് UDF കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച പിറവത്തിന്റെ പല ഭാഗത്തും മാലിന്യം കുന്നുകൂടി കിടക്കുകയാണെന്നും മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പകരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്തു തരണമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആവശ്യം. ഉപരോധ സമരത്തെ തുടർന്ന് കൗൺസിലർമാരോടൊപ്പം 6-ാം ഡിവിഷനിലെ കൊള്ളിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ മാലിന്യ കൂമ്പാരമായ സ്ഥലം സെക്രട്ടറിയും ഹെൽത്ത് സൂപ്രണ്ടും സന്ദർശിച്ചു. സമരത്തിന്റെ ഗൗരവം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതോടെ അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. ഉപരോധ സമരത്തിന് പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം, UDF ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ, കൗൺസിലർമാരായ ജിൻസി രാജു, വത്സല വർഗീസ്, അന്നമ്മ ഡോമി, പ്രശാന്ത് മമ്പുറത്ത്, ബബിത ശ്രീജി, രമ വിജയൻ, ജോജിമോൻ ചാരുപ്ലാവിൽ, സിനി ജോയ്, മോളി ബെന്നി, S വൈശാഖി തുടങ്ങിയവർ നേതൃത്വം നൽകി. പല സ്ഥലത്തും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ബഹിഷ്കരണമൊക്കെ നടത്തിയെങ്കിലും ഈ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ കൗൺസിലർമാർ 13 പേരും കൂടി ചേർന്ന് സെക്രട്ടറിയോട് ഈ ആവശ്യം ഉന്നയിക്കാനായിട്ടാണ് ഇന്ന് സെക്രട്ടറിയുടെ മുറിയിൽ കൂടിയത്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നുമില്ല, പിറവം മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് 6-ാം വാർഡിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മാലിന്യം കുന്നുകൂടി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ആ കൊള്ളിക്കൽ ലക്ഷംവീട് കോളനിയുടെ താഴെ ഒരു പൊട്ടക്കിണറുണ്ട്. ആ പൊട്ടക്കിണറ്റിൽ മാലിന്യം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പ്രദേശത്തെയും പ്രധാനമായിട്ടും, പിന്നെ ഫയർ സ്റ്റേഷൻ്റെ എവിടെയൊക്കെ വേസ്റ്റ് ഉണ്ട്, അതെല്ലാം മാറ്റേണ്ടതാണ്. ഇവിടെ വേസ്റ്റ് ഒന്നുകിൽ കോരി മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ ചീഞ്ഞാളിഞ്ഞ് ഈച്ചയും കൊതുകും എല്ലാം വർദ്ധിച്ച് സാംക്രമിക രോഗങ്ങൾ പടരാൻ ഇടയുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ 2 പ്രശ്നത്തിനും അടിയന്തരമായി പരിഹാരം കാണണം. മാലിന്യമുക്ത പിറവുമായി ഏതാനും മാസങ്ങൾ മുമ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ മാലിന്യം കൂമ്പാരം പോലെ കൂടുന്ന ഒരു സാഹചര്യമാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ 6-ാം വാർഡിൽ മാസങ്ങളായി മാലിന്യങ്ങൾ കൂമ്പാരം കൂടി കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ അവിടുത്തെ വാർഡ് കൗൺസിൽ നിരവധി പ്രാവശ്യം കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കമ്മിറ്റി ഞങ്ങൾ ബഹിഷ്കരിച്ചു. ഒരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ്. അദ്ദേഹം സ്പോട്ടിൽ വന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന് മുനിസിപ്പൽ സെക്രട്ടറിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഒരു ഉറപ്പ് തന്നതിനെ തുടർന്ന് ഞങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറി റൂമിൽ നിന്ന് ഇറങ്ങി സ്പോട്ടിലേക്ക് പോവുകയാണ്. അടിയന്തരമായി, അതായത് ആ കൊള്ളിക്കൽ ഭാഗത്തെ മനുഷ്യരെ ജീവിക്കുന്നത്, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പൽ ഭരണകൂടത്തിന് കണ്ണും കാതും ഇല്ലേ? അവിടെ സാധാരണ ജനങ്ങളുടെ ജീവനും അവരുടെ ആരോഗ്യത്തിനും ഒരു വില നിങ്ങൾ കൊടുക്കുന്നില്ലേ? നിങ്ങൾക്ക് കോടീശ്വരന്മാരും പടക്ക മുതലാളിമാരും മാത്രം നിങ്ങൾക്ക് മതിയോ? അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു കൗൺസിലർ ഒരു കമ്മിറ്റിയിൽ എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ കൗൺസിലർമാർ കമ്മിറ്റി ബഹിഷ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.